എവ്രി വൺ, വെൽക്കം ടു another വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പസിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വെറും പസിൽ അല്ല, ഒരു ഇംപോസിബിൾ പസിലാണ്. അതായത് ഈ ഒരു പസിൽ നിങ്ങൾക്ക് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പസിലിൻ്റെ കണ്ടീഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു 16 ഡോട്ട്സ് തന്നിട്ടുണ്ട് അല്ലേ. 4:4 എന്നുള്ള റേഷ്യോയിൽ 16 ഡോട്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, ഈ സ്റ്റാർ ഇട്ടതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ സ്റ്റാറിൽ നിന്ന് നിങ്ങൾക്ക് ട്രാവൽ ചെയ്തത് ഇവിടെ എത്തണം. ഓക്കെ, ദാറ്റ് ഈസ് യുവർ കണ്ടീഷൻ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നതെന്ന് നോക്കാം. റൈറ്റ്, ഇതേ അപ്പോൾ നമ്മൾ ഈ സ്റ്റാർ മുന്നോട്ട് പോവാണ്, വീണ്ടും പോവാണ്, വീണ്ടും പോവാണ്, വീണ്ടും പോവാണ്, വീണ്ടും പോയി ഇതേ അത് എൻഡ് പോയിന്റിൽ എത്തി. പക്ഷേ ഇതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്? നമ്മളിങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡ് പോയിന്റിലേക്ക് എത്തുമ്പോൾ എല്ലാ ഡോട്ട്സും നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എല്ലാ ഡോട്ട്സും കവേർഡ് ആണോ? അല്ല, കുറച്ച് ഡോട്ട്സ് ഒക്കെ ലെഫ്റ്റ് ഔട്ട് ആണ് അല്ലേ. ഞാൻ ഗ്രീൻ സർക്കിളിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, യെസ്. അതുപോലെ തന്നെ വേറൊരു കണ്ടീഷനും കൂടിയുണ്ട്. ഒരിക്കലും നമ്മൾ എന്താണ് ഡയഗണൽ പാത്ത് എടുക്കരുത്. ഫോർ എക്സാമ്പിൾ, ഇത് ഇവിടെ നമ്മളൊരു ഡയഗണൽ പാത്താണ് എടുത്തിട്ടുള്ളത്. ദിസ് വൺ, ഈ ഒരു പാത്ത് ഇങ്ങനെ ഡയഗണലി നമ്മൾ പോകരുത്. നമ്മളെപ്പോഴും എന്താണ് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ എന്ന പാത്താണ് നമ്മൾ എടുക്കേണ്ടത്. സോ രണ്ട് കണ്ടീഷൻസ് ആണ് ഇതിൽ ഉള്ളത്. എന്താണ്? ഒന്ന്, നമ്മൾ എല്ലാ ഡോട്ട്സും കവർ ചെയ്യണം. രണ്ടാമത്തേത്, നമ്മൾ എന്താണ് ഡയഗണൽ ട്രാവൽ ചെയ്യരുത്. ഡയഗണലി നമ്മൾ ട്രാവൽ ചെയ്യരുത്. ഈ രണ്ട് കണ്ടീഷനും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡ് പോയിന്റിലേക്ക് എത്താൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സോ ഞാൻ പറയുന്നത് ഇറ്റ്സ് എൻ ഇമ്പോസിബിൾ കേസ്. ഇതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള പസിലാണ്. സോ അതിൻ്റെ റീസൺസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ വേറൊരു പാത്ത് ഫോളോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇവിടെ എൻഡ് പോയിന്റിലേക്ക് എത്തി. പക്ഷെ അപ്പോഴും എന്താ സംഭവിച്ചത്? കുറേ ഡോട്ട്സ് ലെഫ്റ്റ് ഔട്ട് ആയി അല്ലേ. യെസ്, അപ്പോൾ അത് പോസിബിൾ അല്ല. ഇനി നമ്മളിതേ വേറൊരു പാത്ത് എടുക്കുകയാണ്. യെസ്, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഇവിടെ എത്തി. അപ്പോഴും എന്താണ്? നമ്മുടെ 3 ഡോട്ട്സ് ലെഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ട്. സോ ഇതൊരു ഇമ്പോസിബിൾ പസിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡോട്ട്സിനേക്ക് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ് അല്ലേ. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഡോട്ടിന് ഞാൻ റെഡ് എന്ന് മാർക്ക് ചെയ്തു. പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ബ്ലൂ റെഡ് എന്ന രീതിയിൽ മാർക്ക് ചെയ്തു. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ഡോട്ട്, സെക്കൻഡ് ഡോട്ട്, തേർഡ് ഡോട്ട്, ഫോർത്ത്, 5th, 6th, 7th, 8th, 9th, 10th, 11th, 12th അങ്ങനെ പോയി നമ്മൾ ഇവിടെ എത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് റെഡും ബ്ലൂവും എന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഡോട്ട് റെഡാണ്, അതുപോലെ നമ്മുടെ എൻഡ് പോയിന്റും എന്താണ്? റെഡാണ്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടെ നമ്മൾ എപ്പോഴും എന്താണ് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടാണ് ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞു അല്ലേ. സോ നമ്മൾ എപ്പോഴും ഒരു റെഡ് ഡോട്ടിൽ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ബ്ലൂ ഡോട്ടിലേക്കായിരിക്കും പോവുക. ഇവിടെ നോക്കിക്കേ, ഇവിടെ കണ്ടോ, റെഡ് ഡോട്ടിൽ നിന്ന് നമ്മൾ എപ്പോഴും ഒരു ബ്ലൂ ഡോട്ടിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ട്രാവൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ബ്ലൂ ഡോട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ എത്തുക? റെഡ് ഡോട്ടിലേക്കാണ് എത്തുക. ഓക്കെ, സോ റെഡിൽ നിന്ന് ബ്ലൂയിലേക്ക് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ ബ്ലൂവിൽ നിന്ന് റെഡിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ലേ. ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ റെഡിൽ നിന്ന് ബ്ലൂയിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതുപോലെ ബ്ലൂവിൽ നിന്ന് റെഡിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. സോ എൻ്റെ ഫസ്റ്റ് പോയിന്റ് റെഡ് ആണെന്ന് എനിക്കറിയാം. സോ എൻ്റെ സെക്കൻഡ് പോയിന്റ് എന്തായിരിക്കും? ബ്ലൂ ആയിരിക്കും. തേർഡ് പോയിന്റ് എന്തായിരിക്കും? റെഡ് ആയിരിക്കും. കാരണം റെഡിൽ നിന്ന് ബ്ലൂയിലേക്കാണ് എനിക്ക് പോകാൻ പറ്റുക. അതുപോലെ ബ്ലൂവിൽ നിന്ന് റെഡിലേക്കാണ് പോകാൻ പറ്റുക. അങ്ങനെ പോയി ഇത് എൻ്റെ ഫസ്റ്റ് പോയിന്റ് റെഡ്, സെക്കൻഡ് പോയിന്റ് ബ്ലൂ, തേർഡ് പോയിന്റ് റെഡ്, ഫോർത്ത് പോയിന്റ് ബ്ലൂ, ഫിഫ്ത്ത് പോയിന്റ് റെഡ്, സിക്സ്ത് പോയിന്റ് ബ്ലൂ, സെവൻത്ത് പോയിന്റ് റെഡ്. അങ്ങനെ പോയി എൻ്റെ 16th പോയിന്റ് എന്തായിരിക്കും? 16th പോയിന്റ് എന്തായിരിക്കും? ഇവിടെ നോക്കുകയാണെങ്കിൽ ഓഡ് നമ്പേഴ്സൊക്കെ റെഡ് കളറാണ് അല്ലേ. അപ്പോൾ ഈവൺ നമ്പേഴ്സൊക്കെ ബ്ലൂ കളർ ആയിരിക്കും. അപ്പോൾ എൻ്റെ 16th പോയിന്റ് എന്തായിരിക്കും? ബ്ലൂ കളറാണ് ആവേണ്ടത്. സോ ഇവിടെ തന്നിട്ടുള്ള നമ്മുടെ ഡോട്ട്സുകൾ നോക്കാം. ഇതിൽ നമ്മുടെ ഫസ്റ്റ് ഡോട്ട് എന്ന് പറയുന്നത് റെഡ് ആണ്. പക്ഷേ 16th ഡോട്ടും എന്താണ്? റെഡ് ആണ്. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും റെഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇങ്ങനെ ട്രാവൽ ചെയ്ത് എത്താൻ പറ്റില്ല അല്ലേ.
അതായത് ഒരിക്കലും ഞാൻ പറഞ്ഞ കേസുള്ള ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതായത് ഇങ്ങനെ പോയി 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 സി ഈ ഒരു കേസ് ഇങ്ങനെ പോയി 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 ഇവിടെ എത്താൻ പറ്റില്ല. എല്ലാ ഡോട്ട്സും കവർ ചെയ്തുകൊണ്ട് അവിടെ എത്താൻ പറ്റില്ല. ഡയഗണലി പോകാനും പറ്റില്ല. റൈറ്റ്? സോ ഇത് ഇവിടെ നിന്ന് ഈ ഒരു 1-ൽ നിന്ന് 16-ലേക്ക് എത്താൻ എന്താണ് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ വെച്ച് പോസിബിൾ അല്ല. സോ ഇറ്റ്സ് എൻ ഇംപോസിബിൾ പസിൽ. ഇനി നമ്മുടെ പോയിന്റ് ഇതാണെന്നിരിക്കട്ടെ. സി നമ്മുടെ പോയിന്റ് ഇതാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇത് പോസിബിൾ ആണ്. സോ ഇറ്റ്സ് എ പോസിബിൾ കേസ്. നോക്കിക്കേ, ഇപ്പം ഈ ഒരു കേസ് ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരാം. എല്ലാ പോയിന്റ്സും കവർ ചെയ്തു. ഞാൻ എന്താണ് ഫസ്റ്റ് പോയിന്റിൽ നിന്ന് 16th പോയിന്റിലേക്ക് എത്തുകയും ചെയ്തു. കാരണം എന്താണ് ഈ ഫസ്റ്റ് പോയിന്റ് എൻ്റെ റെഡും ലാസ്റ്റ് പോയിന്റ് ബ്ലൂ ആയിരുന്നു. ഇനി അടുത്തൊരു കേസ് നോക്കാം. ഇപ്പം ഇതാണ് നമ്മുടെ 16th പോയിന്റ് എന്നിരിക്കട്ടെ. അപ്പോഴും ഇത് പോസിബിൾ ആണ്. ഇത് ഇങ്ങനെ ട്രാവൽ ചെയ്ത് എല്ലാ പോയിന്റ്സും കവർ ചെയ്തുകൊണ്ട് എനിക്ക് 16th പോയിന്റിൽ എത്താം. റൈറ്റ്? സോ അതിൻ്റെ കാരണം എന്താ? ഇതൊരു ഫസ്റ്റ് പോയിന്റ് റെഡും ലാസ്റ്റ് പോയിന്റ് ബ്ലൂ ആയിരുന്നു. റൈറ്റ്? നമുക്ക് ലാസ്റ്റ് പോയിന്റ് ബ്ലൂ ആണ് കിട്ടേണ്ടത്. എങ്കിലാണ് ഈ ഒരു കേസ് പോസിബിൾ ആവുക. ക്ലിയർ ആണോ? യെസ്. സോ നമുക്ക് ഇവിടെ നിന്ന് ഇവിടേക്കാണ് എത്തേണ്ടത്. അപ്പോൾ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ളതല്ല. ബിക്കോസ് നമ്മുടെ ഫസ്റ്റ് പോയിന്റും 16th പോയിന്റും റെഡാണ്. അങ്ങനെയെങ്കിൽ ഞാനിത് അടുത്തൊരു ക്വസ്റ്റ്യൻ തരുവാണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ചൊരു ഡിഫറെൻറ്റ് പോയിന്റ്സ് ആണുള്ളത്. എത്ര പോയിന്റ്സാണ് ഇവിടെ ഉള്ളത് എന്ന് ഇനി നോക്കിയേ. 1 2 3 4 5 5 കോളംസ് ഉണ്ട്. അതുപോലെ 4 റോസ് ഉണ്ട്. 5 × 4 20 പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. സോ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എനിക്ക് ഇങ്ങനെ പോയി 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 ഇവിടെ എത്താൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, അതായത് 20th പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് 20th പോയിന്റിലേക്ക് എത്താൻ നിങ്ങൾക്ക് വെർട്ടിക്കലി അല്ലെങ്കിൽ ഹൊറിസോണ്ടലി മാത്രം ട്രാവൽ ചെയ്തുകൊണ്ട് എല്ലാ പോയിന്റും കവർ ചെയ്തുകൊണ്ട് എത്താൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പം നിങ്ങളുടെ ആൻസർ താഴെ കമൻറ്റ് ചെയ്യാം. വിൽ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.